ഞാൻ എൻ്റെ ആദ്യ കോമിക്സ് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ചെയ്തു വന്നപ്പോൾ കുറേ മിസ്റ്റേക്കുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ ഒന്നും കൂടെ ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും ഒന്നേന്നാണ് ഞാൻ കോമിക്സ് വരച്ചു തുടങ്ങിയത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ അങ്ങനെ കുറച്ച് പേജുകൾ കാണിച്ചു തരാം. നമ്മളെ ഫസ്റ്റ് ഇഷ്യൂ ആയിട്ടുള്ള ലോറൈ ഫസ്റ്റ് ഇഷ്യൂ ജെല്ലി ലോഡിൻ്റെ ഞാൻ ആദ്യം വരച്ച കുറച്ച് കോമിക് പേജുകൾ കാണിച്ചു തരാം. അത് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എത്രത്തോളം ടൈം ഇതിൻ്റെ പുറത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്. ഇപ്പോൾ ഏകദേശം ഒരു 4-5 പേജുകളുണ്ട്. ഞാൻ അതിൻ്റെ അവസ്ഥ ഇപ്പോൾ കാണിച്ചു തരാം. ആദ്യത്തെ പേജ് ഇതാണ്. നമ്മൾ ഒഫീഷ്യലായിട്ടുള്ള നമ്മൾ റിലീസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഇഷ്യൂവിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും ഈ വീഡിയോയുടെ എൻ്റെ സ്ക്രീനിലും കൊടുത്തേക്കാം, ചാനലിലും കിടപ്പുണ്ട്. അത് കയറി കാണുക. അതിലെ പേജോ ആർട്ടോ ഇതല്ല. അത് ഞാൻ ഇതിൽ നിന്ന് ബെറ്റർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതും നമ്മളുടെ ഫസ്റ്റ് വർക്കാണ്. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മളെ ജെല്ലി ലോഡിൻ്റെ ആദ്യത്തെ പേജായിട്ട് ഞാൻ ഡിസൈൻ ചെയ്തത്. പക്ഷേ ഒരു ബിഗിനർ എന്ന നിലയ്ക്ക് നോക്കുന്ന സമയത്ത് കാര്യം ഇതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. നോക്കുന്ന സമയത്ത് ഇതിൽ ഓരോ കളർ പാലറ്റ് ആയാലും ഒത്രയും ടൈം ഇതിൻ്റെ പുറകിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ ടോറസിൻ്റെ ആദ്യത്തെ ലുക്ക്. ഇതിൽ ആ ഒരു രീതി കാണുമ്പോൾ കുറച്ചും കൂടി ഒരു ചൈൽഡിഷ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ഡിസൈനാണ് ഞാൻ ഇതിനകത്ത് ഫോളോ ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളെ ബെൻഡൻ്റെയൊക്കെ ഒരു ഫോർമാറ്റ്. പക്ഷേ എനിക്ക് ഇതിനേക്കാൾ കുറച്ചും കൂടി ഒരു ഡാർക്ക് ഫീൽ ചെയ്യണം. പലരും നമ്മളുടെ ഈ ഒരു ഫസ്റ്റ് ഇഷ്യൂ വായിച്ച ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ആ വേൾഡിൻ്റെ ആ ഒരു ഡാർക്ക്നെസ് അല്ലെങ്കിൽ ആ ഒരു വേൾഡ് ഒത്തിരി ഇഷ്ടപ്പെട്ടെന്നുള്ളത്. അപ്പോൾ ആ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിരുന്നു കുറേ കൂടെ ടൈം എടുത്തത്. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം ഡിസൈൻ ചെയ്ത നമ്മുടെ ഫസ്റ്റ് പേജ്. അപ്പോൾ ഈ പേജിനകത്ത് ഞാൻ കളർ പാലറ്റും എല്ലാം നല്ല ഒരുപാട് ടൈം എടുത്താണ് ഈ ഒരു പേജ് തന്നെ ചെയ്തിരിക്കുന്നത്. ഒരു 4 ദിവസമോ 5 ദിവസമൊക്കെയാണ് ഒരു പേജിൻ്റെ ഇത് മാത്രം ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ ടൈം സ്പെൻഡ് ചെയ്തത്. ഇനിയിപ്പോൾ രണ്ടാമത്തെ പേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പേജ്. ഇതിനകത്ത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ട്. കുറേ കൂടി ടൈം നമ്മൾ സ്പെൻഡ് ചെയ്തതിൻ്റെ ആ ഒരു റിസൾട്ട് ഇതിൽ കാണാനുണ്ട്. ആ ക്യാരക്ടറിനെ വരച്ചിരിക്കുന്നതും അതിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ ഞാൻ തന്നെ പിന്നെ റിയലൈസ് ചെയ്തു, നമ്മൾ ഒരു പേജിന് വേണ്ടി ഒരുപാട് നേരം ഇങ്ങനെ വേസ്റ്റ് ചെയ്യാതെ നമുക്ക് എന്താണോ പറയാനുള്ളത് അത് ആ ഒരു വരപ്പിൻ്റെ ആ ഒരു ഫാസ്റ്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ആ വര നല്ല ഫാസ്റ്റായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ ഉള്ള എൻ്റെ പേജിലൊക്കെ ട്രൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മറ്റേത് വെച്ച് നോക്കുന്ന സമയത്ത് ചില പേജുകൾ എനിക്ക് ഇതിലുള്ള ആർട്ട് സ്റ്റൈലൊക്കെ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ചും കൂടി ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു കുറച്ചും കൂടെ മെച്യൂർഡ് അല്ലാത്തൊരു ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു കുട്ടി കാർട്ടൂൺ പോലത്തെ ഒരു ഫീലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പേജ്. ഇതിൽ കുറച്ചും കൂടെ സ്റ്റോറി ഡിഫറെൻ്റ് ആയിരുന്നു. അതിൽ കൊടുത്തിരിക്കുന്ന സ്റ്റോറിയുമായിട്ട് ഇതിൽ ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു ഫ്രെയിമിങ്ങും മറ്റ് കാര്യങ്ങളും എല്ലാം ഡിഫറെൻ്റ് ആയിട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ സ്റ്റോറിയും ഡിഫറെൻ്റ് ആയിട്ട് മാറുന്ന അറിയാൻ പറ്റും. ഇപ്പോൾ ആ ടോറസ് ബോസിനെ വന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടി കയറുന്ന ആ ഒരു പോർഷനൊക്കെ അതിൽ കുറച്ചും കൂടെ വേറൊരു രീതിയിലാണ് പോർട്രേ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇമോഷൻസും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. പക്ഷേ ഇതിൽ കുറച്ചും കൂടി ആ ഒരു കുട്ടിത്തം കിടക്കുന്നതുകൊണ്ടാണ് ആദ്യം ഇത് ഞാനെടുത്ത് കളഞ്ഞത്. ഇനി മൂന്നാമത്തെ പേജിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള മറ്റൊരു പേജാണ്. അതിലും ആ ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള ലുക്ക് തന്നെ വന്നിരിക്കുന്നത്. പക്ഷേ പേജ് ബെറ്ററായി വരുന്നുണ്ട്. കാരണം ഒരുപാട് ടൈം ഇതിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലോ. മറ്റേ 5 ദിവസവും 4 ദിവസമൊക്കെ ഓരോ പേജിന് വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു ബിഗിനർക്ക് ഈ രീതിയിലൊക്കെ വരയ്ക്കാൻ പറ്റും. പക്ഷേ മറ്റേതെന്ന് പറയുന്നത് ഞാൻ ഒരു പേജിന് ഒരു ദിവസം മാക്സിമം ഞാൻ സ്പെൻഡ് ചെയ്യാറുള്ളൂ, അതിൽ കൂടുതൽ കൊടുക്കാറില്ല. പക്ഷേ ഇത് കുറച്ചുകൂടെ ടൈം എടുത്ത് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റേതായ ഒരു പെർഫെക്ഷനിസം ഇതിനകത്ത് കാണാനുണ്ട്. പക്ഷേ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു, അതിൻ്റെ ഒരു ഇതിൽ വരുന്നുണ്ട്. ഇനി നാലാമത്തെ പേജ് എന്ന് പറയുന്നത് ഇതാണ്. ഓരോ പേജ് നമ്മൾ കഴിഞ്ഞ് കഴിയുന്തോറും ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ്സ് അതിൽ വരുന്നുണ്ട്. കുറച്ചും കൂടി ഇത് കുറച്ചുകൂടെ വൃത്തിയുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് മറ്റേത് വെച്ച് നോക്കുന്ന സമയത്ത്. എന്തായാലും ഇത് വരച്ച സമയത്തും ഒക്കെ അത്രയും ടൈം ഞാൻ എൻ്റെ ഇതിൽ കളഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്യാരക്ടേഴ്സിൻ്റെ ലുക്കായാൽ പോലും ഇതിൽ ടോറസിൻ്റെ ക്യാരക്ടറിൻ്റെ ആ ഒരു ലുക്കും അതുപോലെ തന്നെ ആ ഒരു കളറുമായി ഡ്രസ്സിൻ്റെ കളറും കാര്യങ്ങളും ഒക്കെ നമ്മൾ സെയിം തന്നെയാണ്. മറ്റേ അതേ രീതി തന്നെയാണ് നമ്മൾ കീപ്പ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വ്യത്യാസമായിട്ട് വരും. ആ ലൊക്കേഷൻ ആയാലും ആ സിറ്റിയുടെ അറ്റ്മോസ്ഫിയർ ആയാലും ഒക്കെ ഒരു വേറൊരു സ്റ്റൈലിലേക്ക് മാറുന്നുണ്ട്. നമ്മൾ മറ്റേലേക്ക് വരുന്ന സമയത്ത് കുറച്ചും കൂടി ആ വേൾഡിൽ നിൽക്കുന്നതായിട്ടൊരു ഫീല് നമുക്ക് വരുന്നുണ്ട്. കാരണം ബാക്ക്ഗ്രൗണ്ടൊക്കെ കുറച്ചും കൂടി വരച്ചിട്ടുണ്ട് ഡീറ്റെയിലിംഗ് ആയിട്ട്. പക്ഷേ ഇതിനകത്ത് അത്രയും ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടില്ല. പക്ഷേ ക്യാരക്ടേഴ്സിനെ കുറച്ചും കൂടി ആ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് വരയ്ക്കാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത പേജിലേക്ക് വരുന്ന സമയത്ത് ഈ പേജിൽ വേണ്ടാന്ന് ഞാൻ ഡിസൈഡ് ചെയ്തത് ഈ ഒരു പേജും തൊട്ടാണെന്ന് തോന്നുന്നു. ആ മേരിയുടെ ക്യാരക്ടറിൻ്റെ ആ ഒരു ഡിസൈനും ഒക്കെ നോക്കുന്ന സമയത്ത് വളരെ കുട്ടിത്തമുള്ള, അതായത് ഒരു 17 വയസ്സ് 15 വയസ്സ് അല്ലെങ്കിൽ ആ ഒരു ഏജിനകത്തുള്ള ഒരു കുട്ടിയുടെ ഒരു അറ്റ്മോസ്ഫിയറാണ് ആ ഒരു ക്യാരക്ടറിന് ഫീൽ ചെയ്യുന്നത്. പക്ഷേ നമ്മളെ മേരി എന്ന് പറഞ്ഞ ക്യാരക്ടർ മെച്യൂർഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ആർട്ട് സ്റ്റൈൽ ഒരിക്കലും ഇതിന് സൂട്ടല്ല ഈ ജെല്ലി ലോഡിൻ്റെ ഈ ഒരു ഇതിന്. അതുപോലെ തന്നെ നമ്മളെ ടോറസും ഇതിനകത്ത് ഭയങ്കര ചൈൽഡിഷാണ്. ആദ്യത്തെ റീസൺ തന്നെയാണ് ചൈൽഡിഷ് ആയിപ്പോയി ഈ ഒരു പേജിൽ ഞാൻ വരച്ച സമയത്ത്.
അതാണ് ഇതിൽ ഏറ്റവും വലിയൊരു വിഷയം. പക്ഷേ ബാക്കി കുറച്ചും കൂടെ സ്റ്റോറി ടെല്ലിങ്ങിൽ നോക്കുന്ന സമയത്ത് ഒരു ബിഗിനർ വരയ്ക്കുന്ന നേരത്ത് ഈ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. പലർക്കും തോന്നും ആ ഒരു ഒറിജിനൽക്കാൾ ബെറ്റർ ആയിട്ട് ഇതിലെ ഡ്രോയിങ് കൊള്ളാലോ എന്ന് തോന്നും. പക്ഷേ ഞാൻ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഇമോഷനും ക്യാരക്ടേഴ്സിൻ്റെ മെച്യൂരിറ്റിയും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് ഇതുമായിട്ട് മിസ്മാച്ച് വന്നപ്പോഴാണ് പേജ് തന്നെ മാറ്റിയത്. ഇനി ഒരു ലാസ്റ്റ് പേജ് ഒരെണ്ണം കൂടിയുണ്ട്. ഇതിനകത്തൊരു വേറൊരു ക്യാരക്ടർ വരുന്നുണ്ട്. ആ ക്യാരക്ടർ നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്ത ക്യാരക്ടറും ആ ക്യാരക്ടറും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഇതിൽ ആ ഒരു ഫസ്റ്റത്തെ ക്യാരക്ടറാണ് നമ്മളുടെ ഇപ്പോഴത്തെ മാർക്കോ എന്ന് പറഞ്ഞ ക്യാരക്ടർ. ആ മാർക്കോയുടെ ക്യാരക്ടറിൻ്റെ ഡിസൈനാണ് ഇപ്പോൾ ഇതിൽ കാണുന്നത്. ഏതൊരു സായിപ്പായിട്ടാണ് ഞാൻ ഇതിൽ മാർക്കോ എന്ന ക്യാരക്ടറിനെ ആദ്യം വരച്ചത്. അല്ലെങ്കിൽ ആദ്യ ഡിസൈനിൽ ഒരു സായിപ്പായിരുന്നു, ഒരു ഫോറിനർ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് മാർക്കോ എന്ന് പറഞ്ഞത്. പക്ഷെ പിന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ മാർക്കോ ആയിട്ട് വന്ന ബോൺ മാർക്കോ എന്നുള്ള ക്യാരക്ടറിലേക്ക് ആ ഒരു രീതിയിലുള്ള ഡിസൈനൊക്കെ ഞാൻ കൊണ്ടുവന്നത്. ഇത്രയും പേജുകൾ ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു ആദ്യം. ഇത് വരച്ചതിന് ശേഷമാണ് ഞാൻ രണ്ടാമത് ഇതെല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും കുറച്ച് മാസങ്ങൾ ടൈം എടുത്തിട്ട് വീണ്ടും രണ്ടാമത് ഞാൻ വരച്ചു തുടങ്ങിയത്. എന്നിട്ടാണ് ഞാൻ ഇത്രയും പെർഫെക്ഷൻ കൊടുക്കണ്ട എന്നുള്ള ഇത് വെച്ചിട്ട് ഒരു മാസത്തിനുള്ളിൽ ആ ഫസ്റ്റത്തെ ഇഷ്യൂ ആയിട്ടുള്ള 15 പേജുള്ള ഫസ്റ്റ് ഇഷ്യൂ, നമ്മളെ ജെല്ലി ലോഡിൻ്റെ ഫസ്റ്റ് ഇഷ്യൂ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ കാണിച്ചെന്ന് പറയുന്നത് എല്ലാവരും കരുതും നമ്മൾ ഒറ്റ ഇരിപ്പിൽ എല്ലാം വരച്ചങ്ങ് റെഡിയാക്കി അപ്ലോഡ് ചെയ്യുക. അല്ലല്ല, ഇതിൻ്റെ പുറകിൽ ഒരുപാട് പണികളുണ്ട്. അത് ഡ്രോയിങ് ചെയ്യുന്നവർക്കറിയാം. ഞാനാണെങ്കിൽ പിന്നെ ഡ്രോയിങ് ചെയ്തിട്ട് ഏകദേശം 12 കൊല്ലം കൊണ്ട് അടുപ്പിച്ചായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതൊന്നേന്ന് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്താണ് ഈ ചെയ്യുന്നത്. ആദ്യമായിട്ട് ഞാൻ വരയ്ക്കുന്നത് ഈ പേജുകളാണ്. ഇനിയിപ്പോൾ ഇഷ്യൂ 2 വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഡ്രോയിങ് എത്രത്തോളം ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന്. കാരണം ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആണ് എൻ്റെ ഇഷ്യൂ 2 ലോഡ്മാനിലെ ആ ഒരു ആർട്ട് സ്റ്റൈൽ ആയാലും എല്ലാം. നിങ്ങളിപ്പോൾ കാണുന്ന ആർട്ട് സ്റ്റൈൽ ആയിരിക്കില്ല, അത് ഞാൻ എൻ്റേതായ വേറൊരു സ്റ്റൈൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇഷ്യൂ 2-ൽ. അത് കുറച്ചും കൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. കാരണം എൻ്റെ വേൾഡിൻ്റെ ഒരു മൊത്തം അറ്റ്മോസ്ഫിയർ ആ ഒരു ആർട്ട് സ്റ്റൈലുണ്ട്. മരണത്തിൻ്റെയും പുനർജന്മത്തിൻ്റെയും ഗോഡസായ ബ്ലഡ് മദറിനെ ആരാധിക്കുന്ന അവരെ അറിയപ്പെടുന്നത് 666 എന്നാണ്. അവർ വിശ്വസിക്കുന്നത് ബ്ലഡ് ബാത്തിലൂടെ ബ്ലഡ് മദറിനെ തൃപ്തിപ്പെടുത്താൻ കഴിയുമെന്നും അവരുടെ ജീവിതത്തെയും മരണത്തെയും കൺട്രോൾ ചെയ്യാൻ കഴിയുമെന്നാണ് 666 കമ്മ്യൂണിറ്റിയിലുള്ളവർ വിശ്വസിക്കുന്നത്. ലോറൈ കോമിക് ഇഷ്യൂ 2 ദ ലോഡ് മാൻ. സെക്കൻഡ് ഇഷ്യൂ ഓൾമോസ്റ്റ് ഒരു 80% കംപ്ലീറ്റ് ആയി ഡ്രോയിങ് ഒക്കെ. ഇനിയിപ്പോൾ ഒരു കുറച്ച് ഇതും കൂടി ഉള്ളൂ. ഉടനെ അത് രണ്ടാമത്തെ ഇഷ്യൂ ലോറൈ, രണ്ടാമത്തെ ഇഷ്യൂ ലോഡ് മാൻ വരുന്നതാണ്. നമ്മൾ ഫസ്റ്റ് ഇഷ്യൂ ആയിട്ടുള്ള ഈ ഒരു ജെല്ലി ലോഡിൻ്റെ ലോറൈയുടെ ഫസ്റ്റ് ഇഷ്യൂടെ ഇത് ഞാനിപ്പോൾ ഇവിടെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കോമിക് വരയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ മനസ്സ് വെച്ചേക്കുക. ഒന്നും പെട്ടെന്ന് നടക്കില്ല. ട്രൈ ചെയ്ത് സെറ്റാക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. എങ്കിലേ ഇഷ്യൂ 2 വരുന്ന സമയത്ത് നിങ്ങൾക്കത് കാണാൻ പറ്റുള്ളൂ. നമ്മളെ ലോറ ഇഷ്യൂൻ്റെ ഫസ്റ്റ് ഇഷ്യൂ ഇവിടെ കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കാം.